നമ്മുടെ ബോഡിയിലെ വെയിറ്റ് കൂടുന്നതും കുറയുന്നതും നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് അനുസരിച്ചല്ല, മറിച്ച് ശരീരത്തിൽ എന്തോരം കലോറി ചെല്ലുന്നു എന്നനുസരിച്ചാണ്. കലോറി എന്ന് വെച്ചാൽ എനർജിയുടെ ഒരു യൂണിറ്റ് ആണ്. എക്സാമ്പിളായിട്ട് നമ്മളൊരു ആപ്പിൾ കഴിച്ചാൽ അതിൽ നിന്ന് നമുക്ക് 52 കലോറീസ് കിട്ടും. ഓബിയസ്ലി ഇത് ആപ്പിളിൻ്റെ സൈസും ക്വാളിറ്റിയും അനുസരിച്ച് ഈ നമ്പറിൽ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അപ്പം ഈ 52 കലോറീസ് എവിടെ നിന്നാണ് വരുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്താണ് എന്ന് മനസ്സിലാക്കണം. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. 1 ഗ്രാം പ്രോട്ടീനിലുള്ളത് 4 കലോറീസ്, 1 ഗ്രാം ഫാറ്റിലുള്ളത് 9 കലോറീസ്, 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സിലുള്ളത് 4 കലോറീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്പിളിലുള്ളത് 52 കലോറീസ്. ആപ്പിളിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ആപ്പിളിൽ 13 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ 13 × 4 52 കലോറീസ് ആപ്പിളിൽ നിന്ന് കിട്ടും. നമ്മുടെ ബോഡിയിൽ വെയിറ്റ് ചേഞ്ച് ആവണമെങ്കിൽ ഈ കലോറീസ് ഒരു നിശ്ചിത അളവിൽ നമ്മുടെ ബോഡിയിൽ ചെല്ലണം. ഇത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മെയിൻ്റെനൻസ് കലോറി എന്നാണ്. മെയിൻ്റെനൻസ് കലോറി എന്ന് പറയുമ്പോൾ എന്തോരം കലോറി നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ വെയിറ്റ് കൂടാതെ കുറയാതെ നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ മെയിൻ്റെനൻസ് കലോറി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മുടെ വെയിറ്റ് 70 കിലോ ആണെങ്കിൽ മെയിൻ്റെനൻസ് കലോറിയിൽ പോയാൽ വെയിറ്റ് 70-ൽ കൂടത്തുമില്ല കുറയത്തുമില്ല. നമ്മളെല്ലാവരുടെയും മെയിൻ്റെനൻസ് കലോറി ഡിഫറൻ്റ് ആണ്. നമ്മുടെ വെയിറ്റും നമ്മുടെ ഹൈറ്റും നമ്മുടെ ഏജും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും നമ്മുടെ എക്സസൈസും എല്ലാം അനുസരിച്ചിരിക്കും ഒരു ഇൻഡിവിജ്വലിൻ്റെ മെയിൻ്റെനൻസ് കലോറി. ഇപ്പം എൻ്റെ മെയിൻ്റെനൻസ് കലോറി 2300 ആണ്. അതുപോലെ നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വേണ്ട ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്കും ഈസി ആയിട്ട് നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറി അറിയാൻ സാധിക്കും. 64 കിലോ ഉള്ള എൻ്റെ മെയിൻ്റെനൻസ് കലോറി 2300 കലോറീസ് ആണ്. എന്ന് വെച്ചാൽ 2300 കലോറീസ് ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ വെയിറ്റിന് ഒരു മാറ്റം വരത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഈ 2300 കലോറീസിൽ താഴെ ഞാൻ കഴിക്കണം. ഈ 2300 എന്ന് പറയുന്നത് എൻ്റെ മെയിൻ്റെനൻസ് കലോറിയാണ്. അതുപോലെ നിങ്ങളുടെ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം എനിക്കിപ്പോൾ 64 കിലോ ഉള്ള പോലെ നിങ്ങൾക്ക് ഇപ്പോൾ 70 കിലോ ആവാം, 50 കിലോ ആവാം, 80 കിലോ ആവാം, 90 കിലോ ആവാം, 120 കിലോ ആവാം. അപ്പം ഓരോരുത്തരുടെ അതുപോലെ അനുസരിച്ച് മെയിൻ്റെനൻസ് കലോറി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പം ഞാനിപ്പോൾ ഇതിൽ എൻ്റെ എക്സാമ്പിളായിട്ട് എടുത്താണ് പറയുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് എൻ്റെ 2300 മെയിൻ്റെനൻസ് കലോറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ മെയിൻ്റെനൻസ് കലോറിയിൽ നിന്ന് ഞാൻ 150 കലോറീസ് കുറച്ച് കഴിക്കണം. എന്ന് വെച്ചാൽ 2300 കലോറീസിൽ നിന്ന് 150 കലോറീസ് കുറച്ച് കഴിക്കണം. 2150 കലോറീസ് ആക്കി കുറയ്ക്കണം. വേണേൽ ഈ 150-ന് പകരം 300 കലോറീസ് ആക്കി കുറയ്ക്കാം. ബട്ട് അത് ഫാറ്റിൻ്റെ കൂടെ മസിൽ മാസും കുറയാൻ ചാൻസ് ഉണ്ട്. ഇത്രയുള്ള കാര്യം. ഇതാണ് കലോറി ഡെഫിസിറ്റ്. ഇതെല്ലാം ഫോളോ ചെയ്താൽ എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാം. നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറിയേക്കാളും കുറവ് കഴിച്ചാൽ നിങ്ങളുടെ വെയിറ്റ് എന്തായാലും കുറയും. ഇനി ഈ വെയിറ്റ് ലോസ് ജേർണി കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മസിലും കൂടി ആഡ് ചെയ്യാം. ഈ ഡയറ്റിൽ നമ്മുടെ മാക്രോ ന്യൂട്രിയൻസിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരുത്തണം. നമുക്ക് വീണ്ടും നമ്മുടെ എക്സാമ്പിളിലേക്ക് പോകാം. അപ്പം ഒരു ദിവസം എനിക്ക് 2300 കലോറീസിൽ നിന്ന് 150 ഞാൻ കുറച്ച് 2150 കലോറീസാണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. ഇനി നമുക്കിതിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്തോരം പ്രോട്ടീൻ വേണം, എന്തോരം ഫാറ്റ് വേണം, എന്തോരം കാർബോഹൈഡ്രേറ്റ്സ് വേണം എന്ന് നമുക്ക് നോക്കാം. സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ വെയിറ്റിൻ്റെ കൂട്ടത്തിൽ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എക്സാമ്പിളായിട്ട് എൻ്റെ വെയിറ്റ് 64 കിലോ ആണ്. അപ്പം അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 128 ഗ്രാം. അപ്പം എനിക്ക് വേണ്ട പ്രോട്ടീൻ 128 ഗ്രാം പ്രോട്ടീൻ വേണം എൻ്റെ ബോഡി വെയിറ്റിൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് 1 ഗ്രാം പ്രോട്ടീൻ എന്ന് വെച്ചാൽ 4 കലോറീസാണ്. അപ്പം 128 ഗ്രാം പ്രോട്ടീൻ എന്ന് വെച്ചാൽ 128 × 4 512 കലോറീസ് പ്രോട്ടീനിൽ നിന്ന് മാത്രം കിട്ടും. ഇനി ഫാറ്റിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് 64 കിലോയാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ഇൻടേക്ക് ചെയ്യേണ്ട ഫാറ്റ് എന്ന് വെച്ചാൽ 64 × 0.88. ഈ 64 എൻ്റെ കിലോ ആണ്. അപ്പം നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ 90 ആണെങ്കിൽ 100 ആണെങ്കിലും 100 × 0.88 വരും. ഇപ്പം എൻ്റെ 64 × 0.88 എന്ന് പറയുമ്പം 56 വരും. അപ്പം നമുക്കറിയാം 1 ഗ്രാം ഫാറ്റിൽ 9 കലോറീസാണ്. അപ്പം 56 × 9 എന്ന് പറയുമ്പം 504 കലോറീസ് എനിക്ക് ഫാറ്റിൽ നിന്ന് മാത്രം കിട്ടും. ഇനി കാർബ്സിലേക്ക് വരാം. എനിക്കൊരു ദിവസം കഴിക്കാൻ പറ്റുന്നത് 2150 ആണ്. അതിൽ 512 കലോറീസ് പ്രോട്ടീനിൽ നിന്നും 504 കലോറീസ് ഫാറ്റിൽ നിന്നും. അപ്പം 2150 മൈനസ് 512 പ്ലസ് 504. അപ്പം ബാക്കിയുള്ളത് 1134 നമുക്കറിയാം 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ 4 കലോറീസാണ്. അപ്പം 1134/4 അതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം എനിക്കിവിടെ കിട്ടിയത് 283 ഗ്രാംസ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. 2150 കലോറീസ് ഒരു ദിവസം കഴിക്കുന്ന ഞാൻ കഴിക്കേണ്ടത് 128 ഗ്രാം പ്രോട്ടീനും 56 ഗ്രാം ഫാറ്റും
283 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടണമെങ്കിൽ ഇപ്പം എൻ്റെ ഈ 2300 കലോറീസ് അല്ലേ എൻ്റെ മെയിൻ്റെനൻസ് കലോറി, അതിൻ്റെ കൂട്ടത്തിൽ 150 കൂടെ കൂട്ടിയാൽ മതി. 2300 കലോറിയിൽ നിന്ന് മെയിൻ്റെനൻസ് കലോറി 2450 ആക്കുവാണെങ്കിൽ എൻ്റെ വെയിറ്റ് കൂടും. എൻ്റെ വെയിറ്റ് 64 നിന്ന് മേലോട്ട് പോകും. ഇപ്പം പറഞ്ഞ പോലെ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം അതുപോലെ സെറ്റ് ചെയ്താൽ നമ്മുടെ ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിരിക്കും ഒരു വെയിറ്റ് ഗെയിനിങ് സ്റ്റേജിൽ. പിന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ വെയിറ്റ് ലോസിലേക്ക് തന്നെ വരാം. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഫസ്റ്റ് വീക്ക് ഞാനിപ്പോൾ 150 കുറച്ച് 2150 കലോറിസാണ് കഴിക്കുന്നതെന്ന് വെച്ചോ. അപ്പം ആദ്യത്തെ ഒരു വീക്ക് കഴിയുമ്പോൾ എൻ്റെ വെയിറ്റ് കുറയും, രണ്ടാമത്തെ വീക്ക് ആകുമ്പോഴും എൻ്റെ വെയിറ്റ് കുറയും, മൂന്നാമത്തെ വീക്ക് ആകുമ്പോൾ എൻ്റെ വെയിറ്റ് കുറയും, നാലാമത്തെ വീക്ക് ആകുമ്പോൾ ചിലപ്പോൾ എൻ്റെ വെയിറ്റിൽ കുറയത്തില്ല, അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ. ചിലപ്പോൾ അഞ്ചാമത്തെ വീക്കിൽ ഞാൻ അതേ 2150 കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ വെയിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം മെയിനായിട്ടെന്ന് വെച്ചാൽ 2150 ഇപ്പോഴത്തെ എൻ്റെ മെയിൻ്റെനൻസ് കലോറി. അതെനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഞാൻ വീണ്ടും ഒന്നെങ്കിൽ എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി എക്സസൈസ് കൂട്ടണം, ഇല്ലെങ്കിൽ വീണ്ടും കലോറി കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഈ 2150 ചിലപ്പോൾ 2000 കലോറീസ് ആക്കണം. ഇങ്ങനെയാണ് ഒരാൾ വെയിറ്റ് കുറയ്ക്കുന്നത്, സയൻസ് ബേസ്ഡ് ഡയറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ മെയിൻ്റെനൻസ് കലോറി ആദ്യം കണ്ടുപിടിക്കുക, അതാണ് മെയിൻ കാര്യം. ഇത് അതിൽ നിന്ന് കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയും. അതിൽ നിന്ന് കൂടുതൽ നമ്മൾ കഴിക്കാൻ പ്ലാൻ ചെയ്താൽ, വെച്ചാൽ കൂടുതൽ കഴിക്കാനല്ല, കൂടുതൽ കലോറീസ് ഇൻടേക്ക് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ വെയിറ്റ് കൂടും. ഇത്ര ഉള്ള കാര്യം. പിന്നെ ബാക്കിയുള്ള മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മസിൽ ബിൽഡ് ചെയ്യാനും നമ്മുടെ ഈ ഫാറ്റ് ലോസ് സ്റ്റേജിൻ്റെ ഇടയ്ക്ക് മസിൽ പോകാണ്ടിരിക്കാനും അങ്ങനെ അതിനൊക്കെയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു. താങ്ക്സ് ഫോർ വാച്ചിങ്.